ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫും കായയാണ്. നമ്മൾ എല്ലാവരും തന്നെ കപ്പയും ബീഫൊക്കെ കേട്ടിട്ടുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ബീഫും കായയും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് കട്ട് ചെയ്ത് അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ് അതൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കായും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറിൽ ഇത് വയ്ക്കാം, അടുപ്പത്ത് വയ്ക്കാം. ഓക്കെ, ബീഫിൻ്റെ കൂടെ കായ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ബീഫ് തന്നെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് വെള്ളം ഒട്ടും ചേർക്കേണ്ടതില്ല കുക്കറിൽ വയ്ക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ബീഫും കായയും കൂടി ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിലാകുമ്പോഴത്തേനും കുക്കായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 3 വിസിൽ, അത് ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക. അതിനുശേഷം 2 വിസിൽ കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേനും കുക്കായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് വെന്ത ബീഫ് നന്നായിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്നൊന്ന് പരളനാക്കി എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഉള്ളിയാണ്. ഇതിപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയാണ് നന്നായി ചതച്ച് ചേർത്തതാണ്. പിന്നൊരു മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ഈ ഒരു ബീഫും കായയിലേക്ക് ചേർക്കാം. ഓക്കെ, ഇതൊന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി നമ്മൾ അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേവി കുറച്ചുകൂടി തിക്ക് ഗ്രേവിയാക്കി കിട്ടാനായിട്ട് നല്ലതായിരിക്കും തക്കാളി ചേർക്കുന്നത്. നമ്മൾ ആ ഒരു ബീഫും ഏത്തക്കായും കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ